എല്ലാ 4 വർഷം കൂടുമ്പോഴും നമ്മുടെ ലോകത്തിന്റെ മുക്കും മൂലയിലും അതായത് ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഫിഫ വേൾഡ് കപ്പ് എന്നത്. അതായത് ഒരു ഗ്രൗണ്ടിൽ 22ഓളം വരുന്ന ആളുകൾ ബോൾ തട്ടുന്നത് കാണുന്നത് കോടിക്കണക്കിന് ആൾക്കാരാണ്. എന്നാൽ ഫിഫ വേൾഡ് ഗെയിം എന്നത് ഒരു എന്റർടൈൻമെന്റ് എന്നതിലുപരി ഓരോ വർഷം കഴിയുന്തോറും വലിയ സാമ്പത്തികമായി തന്നെ വലിയ ലാഭം ഉണ്ടാക്കാനും ഇതിലൂടെ കഴിയുന്നുണ്ട് എന്നതാണ്. 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പാണ് സ്പോർട്സ് ടൂർണമെന്റുകളിലെ തന്നെ ഏറ്റവും വലിയ ലാഭം നേടിക്കൊടുത്തൊരു ഈവന്റ് എന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് പ്രൊജക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്നത് ഏകദേശം 10 ബില്യൺ ആണ്. അങ്ങനെയാകുമെങ്കിൽ ഈ വേൾഡ് കപ്പ് ലോകത്തിലെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ഒരു ഈവന്റായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സ്വിസ് നിയമം അനുസരിച്ച് ഫിഫ എന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് പബ്ലിക്കിന് വേണ്ടിയും സാമൂഹിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണിത്. അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, കോർപ്പറേറ്റ് ടാക്സുകളില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള സംഘടനകൾക്ക് ചില രാജ്യങ്ങളുടെ GDP-യേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇതിൽ കൂടി കിട്ടുന്ന പണം ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നതെന്നും ഇത്രയും ലാഭം എവിടേക്കാണ് പോകുന്നതെന്നും മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂർണമെന്റായ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പ്രധാനമായും ഫിഫ വേൾഡ് കപ്പിന്റെ വരുമാനം ഉണ്ടാക്കുന്നത് 4 തരം സോഴ്സുകളിലൂടെയാണ്. ഇതിൽ ഏകദേശം 45% വരുമാനം കിട്ടുന്നത് TV ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിലൂടെയാണ്. അതായത് ഫിഫ ഗെയിം ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ടെലിവിഷൻ നെറ്റ്വർക്കുകൾക്കും തങ്ങളുടെ റൈറ്റ്സ് വിൽക്കുന്നതിലൂടെയാണ് ഏകദേശം 45% വരുമാനവും ഫിഫ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള ഒട്ടുമിക്ക വൻകിട ബ്രാൻഡുകളും തങ്ങളുടെ ബ്രാൻഡ് ലോഗോകൾ ഫുട്ബോൾ കളി നടക്കുന്ന പിച്ചിലേക്ക് $1 മില്യൺ ചിലവാക്കുന്നത്. ഉദാഹരണമായി നമ്മൾ വേൾഡ് കപ്പിൽ സ്ഥിരം കാണാറുള്ള കൊക്കോകോള, അഡിഡാസ്, വിസ പോലെയുള്ള ബ്രാൻഡുകൾ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ സ്പോൺസർഷിപ്പ് റവന്യൂ 2022 $1.35 ബില്യൺ ആയിരുന്നത് 2026 $2.8 ബില്യൺ കൂടുതലായിരിക്കുമെന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഇതിൽ മൂന്നാമത്തേതാണ് ടിക്കറ്റ് സെയിൽസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നത്. അതായത് കഴിഞ്ഞ 2022 ഫിഫ വേൾഡ് കപ്പിൽ 32 ടീം മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ 48 ടീമായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാച്ചുകളെക്കാൾ കൂടുതൽ മാച്ചുകൾ ഈ വർഷം കൂടുതലായുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റുകളും VIP ലക്ഷറി പാക്കേജുകളിലൂടെയും കഴിഞ്ഞ വർഷങ്ങളെക്കാൾ 200% ഈ 2026 വേൾഡ് കപ്പിൽ കൂടുതൽ റവന്യൂ ഉണ്ടാകുമെന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴൊക്കെ EA സ്പോർട്സിന്റെ ഗെയിം നമ്മൾ മേടിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ റോയൽറ്റീസിലൂടെ വരുമാനം ഫിഫയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഫിഫ വേൾഡ് കപ്പിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഫിഫ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കിട്ടുന്ന വരുമാനം സ്പോൺസറുകൾക്കോ സ്റ്റോക്ക് ഓണേഴ്സിനോ പോകാറില്ല എന്നതാണ്. പിന്നെ എവിടേക്കായിരിക്കും ഈ കിട്ടുന്ന വരുമാനം പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകില്ലേ? അതായത് ഇവിടെ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഫിഫ പൈസ ചെലവഴിക്കാറില്ല. അത് ചെലവഴിക്കുന്നത് ഈ വേൾഡ് കപ്പ് നടത്തുന്ന രാജ്യങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അതായത് വേൾഡ് കപ്പ് നടത്തിപ്പിനുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്കും സെക്യൂരിറ്റികൾക്കും അത് നടത്താൻ വേണ്ടുന്ന ക്രമീകരണങ്ങളിലേക്കുമുള്ള എല്ലാ ചിലവുകളും വഹിക്കുന്നത് ആ രാജ്യമാണ്. ഇതിൽ ഫിഫ വേൾഡ് കപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത രാജ്യം എന്നത് ഖത്തറാണ്. ഏകദേശം $220 ബില്യൺ ആണ് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി 2022 ചെലവാക്കിയത്. അപ്പോൾ പിന്നെ ഫിഫ അവരുടെ ഇത്രയും വലിയ വരുമാനം എവിടെയാണ് ചിലവഴിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? ഇവിടെ ഫിഫ വേൾഡ് കപ്പ് ഈവന്റ് റൺ ചെയ്യുന്നതിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് ഫിഫയുടെ വരുമാനത്തിൽ നിന്നാണ്. അത് മാത്രമല്ല ഫിഫ ടൂർണമെന്റുകളുടെ കിട്ടുന്ന ലാഭം ടാക്സ് കൊടുക്കേണ്ടതുമില്ല. കാരണം അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് എവിടേക്കാണ് പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും കുറഞ്ഞത് $12.5 മില്യൺ നൽകുന്നത് ഉറപ്പുവരുത്തുക എന്നതാണ്. അതായത് ഗെയിമിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിനും ആ ഗെയിമിൽ നിന്ന് പരാജയപ്പെട്ടാൽ പോലും $10 മില്യൺ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഫീ എന്നതും അതുപോലെ തന്നെ $2.5 മില്യൺ അവരുടെ ഗെയിമിന് മുൻപുള്ള ട്രെയിനിങ്ങിനും അക്കോമഡേഷനും പ്രിപ്പറേഷനായും ട്രാവലിനായും പ്രിപ്പറേഷൻ ഗ്രാൻഡോടും കൂടി ഏകദേശം $12.5 മില്യൺ ഫിഫയ്ക്ക് ഓരോ ടീമിനും കൊടുക്കേണ്ടി വരുന്നു എന്നതാണ്. അത് മാത്രമല്ല ടീം ടിക്കറ്റ് ഇൻഷുറൻസ് അതുപോലെ ക്ലബ്ബ് ബെനിഫിറ്റ്സ് എല്ലാം കൂടി ഏകദേശം $96 മില്യൺ ആണ് ഓപ്പറേഷൻ ഡെലിഗേഷൻ സബ്സിഡിയായി ഫിഫ കൗൺസിലിന്റെ ചെലവെന്നത്. അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൽ കൊടുക്കുന്ന പ്രൈസ് എന്നത് ആകെ $655 മില്യൺ ആണ്. ഇതിൽ വിജയിക്കുന്ന അവസാന ടീമിന് കിട്ടുന്നത് $50 മില്യൺ അതായത് ആകെയുള്ള 48 ടീമുകൾക്കും 2026 വേൾഡ് കപ്പിൽ ഫിഫ കൊടുക്കുന്ന ആകെ തുക എന്നത് $871 മില്യൺ ആണ്. എന്നാൽ ഫിഫ നേരിട്ട് ഈ തുക ടീമിലേക്ക് കൈമാറുകയാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. എല്ലാ പണവും ഫിഫ കൊടുക്കുന്നത് ഫുട്ബോൾ ഫെഡറേഷനുകളിലേക്കാണ്. ഇവിടെ ഫുട്ബോൾ ഫെഡറേഷനാണ് ഓരോ കളിക്കാർക്കും എത്ര തുക വെച്ച് കൊടുക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഫിഫ ഏകദേശം $2,85,000 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നത്. ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ക്ലബ്ബുകളിലെ പ്ലെയേഴ്സിനെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കാനായി ഇറക്കുകയാണെങ്കിൽ ആ
ഒരു പ്ലെയറിന് ദിവസം $5000 വെച്ച് 57 ദിവസം മാച്ച് ഉണ്ടെങ്കിൽ ഏകദേശം $2,80,000 മാഞ്ചസ്റ്റർ പോലെയുള്ള ക്ലബ്ബുകൾക്ക് ഫിഫ കൊടുക്കേണ്ടി വരുമെന്നതാണ്. പിന്നീടുള്ളത് ലോകത്തുള്ള 211 മെമ്പർ നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ അസോസിയേഷനുകൾക്ക് ഏകദേശം $8 മില്യൺ മുകളിൽ 4 വർഷം കൂടുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്. ഇത് കൊടുക്കുന്നത് പ്രധാനമായും ഓരോ രാജ്യത്തെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യാത്ത രാജ്യങ്ങൾക്കും ഈ ഫണ്ട് കിട്ടുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലേ, ഈ ഫണ്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ടോ എന്ന്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്കും $8 മില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ 65 മുതൽ 70 കോടി രൂപ വരെ കിട്ടുന്നുണ്ടോ എന്നതാണ് സത്യം. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ മാർക്കറ്റ് എക്സ്പാൻഷനാണ് 2026 ഇപ്പോൾ നടക്കുന്ന വേൾഡ് കപ്പിനെ ഫിഫയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതായത് 32 ടീമിൽ നിന്ന് 48 ടീമുകളിലേക്ക് ഫിഫ എത്തുന്നതോടുകൂടി 64 മാച്ചുകളിൽ നിന്ന് 104 മാച്ചുകളിലേക്കാണ് ഫിഫ വേൾഡ് കപ്പ് എത്തി നിൽക്കുന്നത്. ഇതുകൊണ്ട് എന്ത് പ്രോഫിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ, മാച്ചുകൾ കൂടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മണിക്കൂറുകൾ ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്നും കൂടുതൽ ടിക്കറ്റുകളിൽ നിന്നും കൂടുതൽ ലാഭത്തിലേക്ക് എത്താൻ 2026 ഈ ഫിഫ വേൾഡ് കപ്പിന് സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ഒരു ടൂർണമെന്റ് ആണെന്ന് പറയേണ്ടി വരുന്നു എന്നതാണ്. ഫിഫ ഒരു നോൺ പ്രോഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പണം പോകുന്നത് കോർപ്പറേറ്റ് കമ്പനികളിലേക്കോ വലിയ സ്റ്റോക്കുകളിലേക്കോ അല്ല. ലാഭമായി കിട്ടുന്ന മുഴുവൻ പണവും തിരികെ എത്തുന്നത് സ്പോർട്സിലേക്ക് തന്നെയാണ്. ഫിഫയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ജൂൾസ് റിമെറ്റിന്റെ ഒരാശയത്തിൽ നിന്നുമുണ്ടായ, അല്ലെങ്കിൽ വർഷങ്ങളോളം അതിനുവേണ്ടി പലരുടെയും പിറകെ നടന്ന് കൊണ്ടുവന്ന ഒന്നാണ് ഫിഫ വേൾഡ് കപ്പ് എന്നത്. അന്നത് ഒരാളുടെ മാത്രം ആഗ്രഹവും ആവേശവുമായിരുന്നെങ്കിൽ ഇന്നിത് കോടിക്കണക്കിന് ആളുകളുടെ ആവേശവും ജീവിതവുമാണ് എന്നതാണ്.